Hello, this is part 9 of Making Lived Experiences Matter. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കോപ്പിംഗ് മെക്കാനിസംസ് പറഞ്ഞായിരുന്നു. 6 F's: ഫീഡിങ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫോണിങ്, ഫ്രീസ് ആൻഡ് ഫോർണിക്കേറ്റ്. നമ്മൾ അതിന് മുമ്പിലത്തെ കുറേ D's ആണ് പറഞ്ഞത്. ഡിസ്കംഫർട്ട്, ഡൗട്ട്, diagnosis, disorder, disability, discussion, disconnection, dysfunction, അങ്ങനെ കുറേ ഡീസ് പറഞ്ഞു. അതിൻ്റെയൊക്കെ കണക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ സെഷനിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ടുഡേയ്സ് ഡി ഈസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ ടുഡേയ്സ് ഡി ഈസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഡീലിംഗ് വിത്ത് ഡെത്ത്. അതായത് ഏറ്റവും ഫോർ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തത് ഇസ് ഡെത്ത്, ഇല്ലേ? നമ്മളുടെ ആങ്സൈറ്റീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ എനിക്കറിയില്ല, ഒരു അൺപ്രെഡിക്റ്റബിലിറ്റി, ഒരു അൺസർട്ടനിറ്റി ആണല്ലോ ആങ്സൈറ്റിയുടെ തുടക്കം. പക്ഷെ ഡെത്ത് എന്ന് പറയുന്ന ഒരു സെർട്ടനിറ്റിയാണ്, നമുക്കത് ഉറപ്പാണ്, അതൊരു ഡെഫിനറ്റാണ്. പക്ഷേ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിസ്കംഫർട്ടിങ് ഓർ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്കംഫർട്ടിങ് എക്സ്പീരിയൻസസ് ഡെത്ത്. ബിക്കോസ് വൈ? ഡെഫിനറ്റ് ആണെങ്കിലും അതൊരു പെർമനൻറ്റ് ഡിസ്കണക്ഷനാണ്. ഒരു വ്യക്തിയുമായിട്ടോ ആരെങ്കിലുമായിട്ടോ ഇറ്റ്സ് എ പെർമനൻറ്റ് ഡിസ്കണക്ഷൻ. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഡിസ്കംഫർട്ടിങ് എക്സ്പീരിയൻസ് ഫോർ എവ്രിബഡി, ഇല്ലേ? അതൊരു സർവൈവൽ പോയി, നമുക്ക് ഇല്ല, ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് പോയി. ഓക്കെ, സോ why I chose this topic today is because I am experiencing that now. I lost my daughter, my pet cat, Zero. എനിക്ക് ഹ്യൂമൻ ചിൽഡ്രൻ ആയിട്ട് 2 ആൺകുട്ടികളായിരുന്നു. മോളായിട്ടുണ്ടായിരുന്നത് വാസ് മൈ Zero, who was a rescue cat, and she had come during the pandemic time. Now you can see that Nyan Zero, and we lost her 2 days back. Okay, so death is very close and it's extremely discomforting for me as I am speaking about this. ഞാൻ ഡിസ്കഷനിൽ കൊണ്ടുവരുമ്പം which is I am using my thinking brain to discuss about the death. പക്ഷേ എനിക്ക് തിങ്കിങ്ങിലിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് I need to be aware, ഇല്ലേ? ബിക്കോസ് വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, എനിക്ക് സീറോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയണത് ബോഡിയിലെ റിയാക്ഷൻസ്. റിമെമ്പർ ഐ സെഡ് ഇറ്റ്സ് ദ മൈൻഡ് ആൻഡ് ദ ബോഡി. ഐ ക്യാൻ നോ മൈ ബോഡി ഇസ് ഓൾറെഡി, എൻ്റെ ബോഡിയിൽ എനിക്ക് ആ ഡിസ്കംഫർട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ മോളെ നഷ്ടപ്പെട്ടു, സീറോ ഇല്ല, ഒരു പെർമനൻറ്റ് ഡിസ്കണക്ഷനായി, ആൻഡ് ഇറ്റ്സ് സൂൺ. അപ്പോൾ ഐ കുഡ് ഫീൽ ഇപ്പോഴത്തെ ദിസ് ഡിസ്കംഫർട്ട് I need to acknowledge. Remember the A's. I need to accept that എനിക്ക് സങ്കടമുണ്ട്, എൻ്റെ ബോഡി ഡിസ്കംഫർട്ടഡ് ആണ്, എനിക്ക് നെഞ്ചിലൊരു ബേണിങ് സെൻസേഷൻ ഉണ്ട് ഇപ്പം ആസ് ഐ സ്പീക്ക്, ആൻഡ് ഐ ആം ജസ്റ്റ് ഷോയിങ് യു ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ്, ആൻഡ് ഐ ഹാവ് ടു ഗോ ത്രൂ ദ ഡിഫിക്കൽട്ടി. എനിക്ക് വേറെ ചോയ്സ് ഇല്ല. പക്ഷേ ഇതൊരു ട്രോമ ആവണോ ആവണ്ടയോ എന്നുള്ളത് ഇസ് സംതിങ് we need to be more aware of. അപ്പോൾ ഇത് നമ്മൾ റിമെമ്പർ ലാസ്റ്റ് ടൈം വി സെഡ് ഈ 6 കോപ്പിംഗ് മെക്കാനിസംസും നമ്മളുടെ ചോയ്സിലല്ല, ഒരു കോപ്പിംഗ് ആണ്. പക്ഷേ ഇതേ മെക്കാനിസംസ് ചോയ്സ് ആയിട്ടും എടുക്കാം. ഇറ്റ് ക്യാൻ ബി എ ചോയ്സ്. ബട്ട് വെൻ ദീസ് ഈ 6 F നമ്മളെ ചൂസ് ചെയ്യുവാണോ അതോ നമ്മളാണോ ആ 6 F'ൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നത്? ഇഫ് വി ആർ ചൂസിങ് ദെൻ ഇറ്റ്സ് ഫൈൻ. സോ സംടൈംസ് നമ്മൾ ചില കോൺവെർസേഷൻസിൽ നിന്ന് മാറും. അതൊരു ഫ്ലൈറ്റ് കോപ്പിംഗ് ആവണമെന്നില്ല, നമ്മൾ ആലോചിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനമെങ്കിൽ ഇറ്റ്സ് ഫൈൻ, യു നോ. സോ വി ആർ ഗോയിങ് ടു സീ ത്രൂ ദിസ് ഡീലിംഗ് വിത്ത് ഡെത്ത്, experiencing the discomfort, trying to have a disconnection, quickly being aware when എനിക്ക് ബോഡിയിൽ ഡിസ്കംഫർട്ട് വരുന്നുണ്ട്, ബോഡിയിൽ റിയാക്ഷൻസ് വരുമ്പം എനിക്ക് എങ്ങനെ അത് അക്നോളജ് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യാം, ആൻഡ് കണ്ടിന്യൂ ടു റിലീസ് ദിസ് ഫ്രം മൈ ബോഡി. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുക? ഒന്ന്, ഫിസിക്കൽ ആക്ടിവിറ്റി ഓഫ് കോഴ്സ്. 2 ഇസ് കോൺവെർസേഷൻസ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഹർ. അത് എനിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്കംഫർട്ട്, പക്ഷെ നമ്മൾ ഈ ഡെത്ത് എന്ന് വരുമ്പോൾ, ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുമ്പം എൻ്റെ ബോഡിയിൽ അതൊരു ഡിസ്കംഫർട്ട് ആണെന്നുള്ളത് ഫസ്റ്റ് A is I have to accept, I have to acknowledge.
ആൻഡ് ഐ ഹാവ് ടു എന്താ പറയുക റെക്കഗ്നൈസ് ദാറ്റ് ഇതൊരു സത്യമാണ്. സീറോ ഇല്ല. സീറോ ഇസ് മൈ പെറ്റ് ക്യാറ്റ്. ഹെർ നെയിം ഇസ് സീറോ. സോ ഷീ ഈസ് ഗോൺ. നെക്സ്റ്റ് തിങ് ഇസ് ഐ നീഡ് ടു റിഫ്ലെക്റ്റ് അപ്പോൺ എൻ്റെ ചിന്തകൾ. ആ ഒരു ഇവൻറ്റിനെ കുറിച്ച്, ഇൻ ദിസ് കേസ് ഡെത്തിനെ കുറിച്ച് എൻ്റെ ചിന്തകൾ എന്താണ്? Reflect, the ARCH or the ARCH, which is awareness, reflection, clarity, communication and choosing. H is, that is, and idoru hygiene or health or healing ഒരു ഡെയിലി പ്രോസസ്സാണ്. നമുക്ക് അവെയർ ആവണം നമ്മുടെ വികാരങ്ങളെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ച്. നമ്മളുടെ വികാരങ്ങളെയും ചിന്തകളെക്കുറിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. നമുക്ക് ആ വികാരങ്ങളെയും ചിന്തകളെക്കുറിച്ച് ക്ലാരിറ്റി വേണം. നമ്മൾ ചൂസ് ചെയ്യണം, ഇത് തന്നെയാണോ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നതും ചിന്തിക്കേണ്ടതും? ഇസ് ദിസ് വാട്ട് ഐ എം തിങ്കിങ്? ഇസ് വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? സി ഫോർ കൺക്ലൂഷൻ ഐ എം മേക്കിംഗ്, ആൻഡ് ദെൻ ഹൗ ഡു ഐ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു സംബഡി? ഇതെല്ലാം ഡെയിലി അന്നുണ്ടാവുന്ന ഇവൻസിൽ നമ്മൾ ചെയ്തുകൊണ്ട്, നമ്മൾ ഹൈജീൻ റിലീസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതവിടെ കെട്ടിക്കിടക്കും. സോ വെൻ സീറോ പാസ്ഡ്, ഷീ പാസ്ഡ് ഓൺ വെനസ്ഡേ മോർണിംഗ്. ടുഡേ ഇസ് ഫ്രൈഡേ. ഞാൻ അവെയറായി, ഞാൻ തന്നെ മരിച്ചു പോകുന്നുള്ള രീതിയിലായിരുന്നു മൈ ഹാർട്ട് വാസ് ഹിറ്റിംഗ് എവറിഥിങ്. ആൻഡ് വെൻ ഐ എം റിഫ്ലെക്റ്റിംഗ് അപ്പോൺ വാട്ട് ബൈ മൈ തോട്ട്സ്, യൂഷ്വലി നമുക്കൊരു തോട്ട് വരുന്നത് ബ്ലെയിം ആൻഡ് ഷെയിം. ബിക്കോസ് വെൻ വി ആർ ഓൾ റെസ്പോൺസിബിൾ പീപ്പിൾ. അപ്പം എനിക്ക് ലൂസിങ് ഹർ, ഐ ഫെൽറ്റ് റെസ്പോൺസിബിൾ ഫോർ സീറോസ് ഡെത്ത് ആൻഡ് ഐ ആം സ്റ്റിൽ ഫീലിംഗ് റെസ്പോൺസിബിൾ ഫോർ ഹർ ഡെത്ത്. പക്ഷേ ട്രോമയാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാം. ഓഫ് കോഴ്സ് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ വളർത്തുന്ന കുഞ്ഞിനെ നോക്കുക, അതെൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ ബ്ലെയിമും ഷെയിമും ചെയ്യുവാണെങ്കിൽ, വെൻ വി അറ്റാച്ച് ബ്ലെയിം ടു റെസ്പോൺസിബിലിറ്റി ആൻഡ് ഷെയിം ടു അക്കൗണ്ടബിലിറ്റി, അതായത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളതിനെ നമ്മളൊരു നാണക്കേട്, മാനക്കേടായിട്ട് നമ്മളതിനെ മാറ്റുവാണെങ്കിൽ, നമ്മളെ തന്നെ നമ്മുടെ ഒത്തൻറ്റിക് സെൽഫിനെ ചെറുതാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി ആയിരുന്നു, നമ്മൾ അക്കൗണ്ടബിൾ ആവണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കും തെറ്റും അല്ലെങ്കിലും പറ്റിപ്പോയി, ഇറ്റ് വാസ് നോട്ട് എ ചോയ്സ് ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു ക്രഷ് അവർ സെൽസ് ഓർ സംബഡി എൽസ്, this can spiral and it becomes trauma inside our body. അപ്പോൾ ഐ വാസ് റിഫ്ലെക്റ്റിംഗ്, യെസ്, ഞാൻ ഇൻക്രെഡിബിളി എന്നെ തന്നെ ബ്ലെയിം ചെയ്യുമായിരുന്നു. നമ്മൾ ഡെത്ത് വരുമ്പോൾ സാധാരണ ഓർക്കാണെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു, സുഖമില്ല എന്നറിയായിരുന്നു, ഞാൻ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല. ആൻഡ് എനിക്കത് സയൻസ് കാണിച്ചു തന്നിട്ട് കുറച്ച് നേരത്തെ, അല്ലെങ്കിൽ ഞാൻ വർക്ക് എനിക്ക് ലീവ് എടുക്കാമായിരുന്നു. ഇപ്പം ഞാൻ ലീവ് എടുത്തിരുന്നത് കരയാൻ വേണ്ടി ഞാൻ ലീവ് എടുത്തിരിക്കുക, അത് ഈ ലീവ് എനിക്ക് നേരത്തെ എടുക്കാൻ പറ്റില്ലായിരുന്നു. സോ ഐ എം ലൈക്ക്, why did I do this? എനിക്ക് ഓൾമോസ്റ്റ് ഒരു മർഡറർ എന്നുള്ള ഐ കിൽഡ് ഹർ എന്നുള്ള ഒരു ഹ്യൂജ് ഗിൽറ്റ്, റിഗ്രറ്റ്, ഇതൊക്കെയായിരുന്നു എൻ്റെ വികാരങ്ങൾ വരുന്നത്. ആൻഡ് ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. ഐ നീഡ് ടു അക്നോളജ് ദാറ്റ് യെസ്, ഇതൊക്കെയാണ് എൻ്റെ വികാരങ്ങളിപ്പം, ഇതൊക്കെയാണ് എൻ്റെ ചിന്തകളിപ്പം. ആൻഡ് it was getting too much for me to handle. അപ്പോൾ എനിക്കിത് ആരോടെങ്കിലും പറയണം. I am releasing it from my body and I am crying with tears. And I know I saw her passing. I know she couldn't speak to me and I couldn't save her. So now when I'm talking, when I'm feeling the discomfort, go back to the 2 sessions before. നമ്മളുടെ ആങ്സൈറ്റി ബ്രെയിനിനെ നമ്മൾ എങ്ങനെയാണ് കാം ചെയ്യണേ? ടാക്ടൈൽ, വെസ്റ്റിബുലർ, സെൻസറി സിസ്റ്റംസ് എന്ന് പറഞ്ഞില്ലേ. എനിക്കത് ഡിസ്കഷനിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, എനിക്കത് കരച്ചിൽ റോങ് ആണെന്നല്ല, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കരയാൻ വേണ്ടി എടുക്കുന്ന ഒരു യൂട്യൂബ് ഇതല്ലല്ലോ. സോ ഞാൻ അല്ലാതെ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ജസ്റ്റ് അലൗഡ് മൈ ടിയേഴ്സ് ടു ഫ്ലോ ആൻഡ് ഐ വുഡ് സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് അലൗ മൈ സെൽഫ് ടു ക്രൈ. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ഡിസ്കഷന് വേണ്ടി ഇരിക്കുന്നത് കാരണം, റെക്കോർഡ് ചെയ്ത് ഇത് ഒരു എക്സസൈസ് ടു ലേൺ ആക്കേണ്ടത് കാരണം എനിക്ക് ആ ഡിസ്കംഫർട്ട് വരുന്നു. ആൻഡ് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ബോഡിയിൽ അവെയർ ആവുമ്പം I will do the tactile and vestibular. This is a smell. It's a cold cream. I smell it and I will use it. അപ്പോൾ ആ olfactory എനിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഔട്ട് ഓഫ് ദ 8, remember the 8 sensory systems
ബോഡി ഈസ് ദ റൂട്ട് ആൻഡ് ബോഡി ഈസ് ദ റെമഡി. അപ്പോൾ കാമിങ് ടൂൾ എന്തൊക്കെയായിരുന്നു? ടാക്ടൈൽ. സോ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ നല്ലോണം വെച്ചിട്ട് എൻ്റെ കണ്ണിൽ വയ്ക്കാം. അല്ലെങ്കിൽ വെസ്റ്റിബുലാർവസ് ഒരു നല്ലൊരു ഐ റൊട്ടേഷൻ ചെയ്യാം. എനിക്ക് പ്രോപ്രിയോസെപ്ഷനസ് പ്രസ് എനി ജോയിൻറ്റ് ആൻഡ് റിലീസ് ചെയ്യാം. ഓയിൽ ഫാക്ടറി വിച്ച് ഇസ് ദ സ്മെൽ. ഗസ്റ്റേറ്ററീസ്, ഞാനിവിടെ വെള്ളം വെച്ചിട്ട് I can drink some water and I can go, I can take a deep breath which is again interoception. I can do the visual which is ഏതെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഉറക്കെ whatever I am seeing ഉറക്കെ 3 കാര്യങ്ങൾ adjectives വെച്ചിട്ട് പറയാം. And auditory, I can close my eyes and listen to other sounds other than mine. So ഈ 8 എണ്ണം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഏത് ബോഡി പാർട്ടാണോ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആയത് when I spoke about zero and I knew എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് അവിടെ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അവെയർനെസ്, എനിക്ക് എൻ്റെ ബോഡിയും മനസ്സും എനിക്ക് കണക്റ്റഡ് ആണെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി അവെയർ ആവും ഇനി എനിക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഹാവ് ടു ടേക്ക് എ ബാക്ക് സ്റ്റെപ്പ്. വൈ നോട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ ബാക്ക് സ്റ്റെപ്പ് എടുക്കണം. ആൻഡ് ഐ എം ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്യാണ് വിച്ച് ഇസ് ദ ആ 8 സെൻസറി സിസ്റ്റത്തിനെ ഞാൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഹാർട്ട് നോക്കുകയാണ്. ഹാർട്ട് ബീറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് റേസ്ഡ് തന്നെയാണ്, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ബെറ്ററായി. സോ വൈ ഐ എം എക്സ്പ്ലെയിനിങ് ദിസ് ത്രൂ മൈ ഓൺ എക്സ്പീരിയൻസസ്. നമുക്ക് PhD ഉണ്ടെങ്കിലോ നമ്മൾ വലിയ സൈക്കോളജിസ്റ്റോ ആരുമായിക്കോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ഡിസ്കംഫർട്ട് എല്ലാവർക്കും വരും. ആൻഡ് ഇറ്റ് ഈസ് നോർമൽ ഫോർ മീ ടു ഗോ ത്രൂ വാട്ട് ഐ എം ഗോയിങ് ത്രൂ. ബട്ട് വെയർ ഇറ്റ് ബിക്കംസ് ട്രോമ ഓർ അൺഹെൽത്തി ഈസ് ഞാനിങ്ങനെ എന്നെ തന്നെ ഷെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് വെൻ ഐ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് മൈ സെൽഫ് വർത്ത്, വെർ ഐ സ്റ്റാർട്ട് സ്ട്രോങ്ലി ആ റിഫ്ലക്ഷൻ ചെയ്യുമ്പം ശരിയാണ്, ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ബ്ലെയിം ചെയ്യുന്നുണ്ട്. അത് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പം അത് കേൾക്കുന്ന ആൾക്കാർ, മൈ സപ്പോർട്ട് സിസ്റ്റം എന്താ ചെയ്യുന്നത്? അവരും എൻ്റെ കൂടെ ചെന്ന് ശരിയാണ് സീമ അന്ന് കൊണ്ടുപോവായിരുന്നു, അതെന്താ അന്ന് കൊണ്ടുപോകാത്തേ? അപ്പോൾ സീമ കണ്ടില്ലേ, അറിഞ്ഞില്ലേ, ഓ വർക്കിൽ ബിസി ആയിരുന്നോ, ഇങ്ങനെ അവരും അതെന്നെ റീഇൻഫോഴ്സ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് പറ്റും? ഇറ്റ് ഇൻക്രീസസ്. ഐ എം സെയിങ് ദാറ്റ്സ് ട്രൂ, ഐ എം സോ ഹോറിബിൾ, ഐ കിൽഡ് മൈ ഡോട്ടർ, ഷീ ജസ്റ്റ് കുഡ്ന്റ് സ്പീക്ക് ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് അത് ഭയങ്കരമായിട്ട് കൂടി വരും. ആൻഡ് സപ്പോസ് ദേ ആർ സേയിങ് ദാറ്റ് യെസ്, ഉത്തരവാദിത്തം എന്നിൽ നിന്ന് എടുക്കാതെ, യെസ് സീമ, ബട്ട് യു ഡിഡ് ദ ബെസ്റ്റ് യു കുഡ് considering that knowledge you had about pets, considering the skill sets you had and the circumstances you were in at that time, you did the best you could. പക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിപ്പോയി. ആൻഡ് ദെൻ ഇറ്റ്സ് നോട്ട് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു യെസ് ഇറ്റ് ഹാപ്പൻ, വി ആർ ജസ്റ്റ് അക്സെപ്റ്റിംഗ് ഇറ്റ്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ എ ബാഡ് മദർ, ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ question my love for zero that I ever had. So now when I notice the tears flowing, what do? എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എന്നറിയുമ്പം ഈ കോണ്ടെക്സ്റ്റ് ആകുമ്പം again I have to do the grounding exercise and it is a difficult process. Okay, so ഞാനിത് കാണിച്ച് തരുന്നത് വേറൊന്നിനും അല്ല, ഈ പ്രോസസ്സിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എനിക്കെപ്പോൾ ഉണ്ടായപ്പം ഐ വിൽ ടെൽ യു ദ ഡിഫറെൻറ്റ് കോപ്പിംഗ് മെക്കാനിസംസ് ഡിഫറെൻറ്റ് പീപ്പിൾ ടുക്ക് ഇൻ ദിസ് ലാസ്റ്റ് 2 years. മൈ ഹസ്ബൻഡ് കെയിം ഓൺ ദ ഡേ ദാറ്റ് ഷീ പാസ്ഡ്. അന്ന് രാവിലെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അന്ന് ഒരു 5 മണിക്കൂർ ഞാൻ ഹോസ്പിറ്റലിൽ IV ഇട്ട് വെച്ചു. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇല്ല, സിവിയറായിട്ട് ലിവറൊക്കെ പോയി സ്കാനൊക്കെ ചെയ്തപ്പം. സോ അതിന് 10 ദിവസം മുമ്പ് കൊണ്ടുപോയപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടിയായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ ഫുഡിൻ്റെ ബ്രാൻഡ് മാറിയോണ്ട് കഴിക്കാത്തതായിരിക്കും. ആൻഡ് ഐ വാസ് റോങ്, വി ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് ദാറ്റ് സീരിയസ്ലി. പക്ഷെ we lost her. So I was telling this to my husband and when I pass my discomfort to him, he gets equally discomforted and he says അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം, ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ, നമുക്ക് പുറത്ത് കഴിക്കാൻ പോവാം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം. ആൻഡ് ഇഫ് ഹി ഡിസ്മിസ്സസ് ഇറ്റ്,
ഏത് കോപ്പിങ്ങാണ് വരുന്നത്? ഫ്ലൈറ്റ് കോപ്പിംഗ്. നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് ഈ സങ്കടം എന്നുള്ള വികാരം നമുക്ക് അഡ്രസ്സ് ചെയ്യണ്ട. ലെറ്റ്സ് ജസ്റ്റ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്. ഇറ്റ് ഈസ് എ ഫ്ലൈറ്റ് കോപ്പിംഗ് മെക്കാനിസം ആൻഡ് അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം. ബിക്കോസ് നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മളെ റിലീസ് ചെയ്യാൻ അനുവദിക്കാതെ, വിത്ത് ഓൾ ഗുഡ് ഇൻറ്റൻഷൻ, എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, distracting and dismissing and saying that no, don't think about it that way. That is flight. The other thing is when what I saw, I have 2 children. അവർക്കും ഒരുപാട് കാര്യമായിരുന്നു. നമ്മൾ അവരുടെ ബേബി സിസ്റ്റർ പോലെയായിരുന്നു. സോ വെൻ വി സേ, സപ്പോസ് നമ്മളുടെ ഒരു കോമൺ നെറേറ്റീവ് ഉണ്ട്, ബോയ്സ് കാൺ ക്രൈ. ബോയ്സ് കരഞ്ഞു കഴിഞ്ഞാൽ ഈ കരയുന്നു, എന്തിനാ കരയുന്നേ, സാരമില്ല, പൂച്ചക്കുട്ടിയല്ലേ. ദാറ്റ്സ് നോട്ട് ഹെൽപ്ഫുൾ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓപ്പൺ ദിസ് കോൺവെർസേഷൻ. ബിക്കോസ് ഈ ഗിൽറ്റും ഷെയിമും റിഗ്രറ്റും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വേർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ വിചാരിക്കും, നമ്മൾ കാരണം വി ആർ സോ ഹൊറബിൾ, വി ആർ ബാഡ് പീപ്പിൾ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ആരും പറയുന്നുണ്ടാവില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ, ഹൂ ലവ് സീറോ ജസ്റ്റ് ആസ് മച്ച്, ദേ സെഡ് നോ സീമ, ഡോണ്ട് ബീറ്റ് യുവർ സെൽഫ് അപ്പ് സോ മച്ച് ആൻഡ് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോഴും എനിക്ക് സങ്കടം വരുവാണ്. സോ അവർ എന്നെ സമാധാനിപ്പിക്കാനാണ് പറയണത്. ട്രൈങ് ടു ടെൽ മീ, നോ, യു ഗേവ് ഹർ എ ഗുഡ് ലൈഫ് ആൻഡ് ഐ നോ ഇറ്റ്. സോ മൈ നോളജ് ലെവൽ, എൻ്റെ ബ്രെയിൻ ലെവലിൽ എനിക്കറിയാം, ഷീ ന്യൂ ഐ ലവ്ഡ് ഹർ, ഐ നോ ഐ ലവ്ഡ് ഹർ. പക്ഷേ ദ ബോഡി ഈസ് ഡിസ്കണക്റ്റിംഗ്, ബോഡി ഈസ് സേയിങ് നോ 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 നോ. അപ്പോൾ ഈ രണ്ടിനെയും കണക്ഷൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബോഡീനെ അടുത്ത് പറയണം, യെസ്, ഇറ്റ് ഈസ് വെരി ഡിസ്കംഫർട്ടിങ്, ഇത് രണ്ടും റോങ് ആണ്, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. സോ ഇത് രണ്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഞാനൊരു ചീത്ത, നമ്മളെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് എത്തിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഐ ലോസ്റ്റ് 0 ബട്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ എ ബാഡ് മദർ. സോ ദീസ് 2 dichotomies or these 2 contradictory things can be true. We can be wonderful people and അബദ്ധങ്ങൾ നമ്മളിൽ നിന്ന് പറ്റാം. Mistakes can happen. Things can happen beyond your control. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾക്ക് വിഷമിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടേണ്ടി തന്നെ വരാം. സോ ദിസ് ഈസ് ട്രൂ. വി ക്യാൻ ലവ് പീപ്പിൾ ആൻഡ് ഡിസപ്പോയിൻറ്റ് പീപ്പിൾ. വി ക്യാൻ ലൂസ് പീപ്പിൾ. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ബാഡ് ഓർ ദേ ആർ ബാഡ്. ദി അതർ ബ്ലെയിം ആൻഡ് ഷെയിം, ദാറ്റ് സംടൈംസ് നമ്മളെ തന്നെ ബ്ലെയിം ഷെയിം ചെയ്ത് പോകാൻ തോന്നും. അല്ലെങ്കിൽ ചിലപ്പം പറ്റുന്നത് എന്താ, ഐ ക്യാൻ ബ്ലെയിം ആൻഡ് ഷെയിം ദ ഹോസ്പിറ്റൽ. ഇതെന്തൊരു യൂസ്ലെസ് ഡോക്ടേഴ്സാണ്, ആദ്യം ചെന്നപ്പോൾ അവർ പറയണ്ടായിരുന്നു, അവർ കണ്ടുപിടിച്ചില്ല, അവരെൻ്റെ അടുത്ത് ഒരു പ്രശ്നവുമില്ല, പൊയ്ക്കോ, ഒബീസാണെന്നാണ് പറഞ്ഞു വിട്ടത്, അവരെന്തിനാ. ഐ ക്യാൻ സിറ്റ് ആൻഡ് ബ്ലെയിം ദം ആൻഡ് ഷെയിം ദം ആൻഡ് കൺക്ലൂഡ്, എൻ്റെ കൺക്ലൂഷനിലെത്താം ദറ്റ് ദേ ആർ ഹൊറിബിൾ ഡോക്ടേഴ്സ് ആൻഡ് ഐ വിൽ നോട്ട് ഗോ ദെയർ എന്ന് അങ്ങനെയും എനിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ അൺഹെൽത്തി. ബിക്കോസ് അവർ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്യണം. പക്ഷേ ദീസ് ആർ ഓൾ തിങ്സ്, സോ മെനി തിങ്സ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് 1 week വിച്ച് വി ഡോണ്ട് നോ. നമുക്ക് അറിയില്ല അവിടെ എന്താ സംഭവിച്ചത്. നമ്മളുടെ അറിവ് വെച്ചിട്ടും അവരുടെ അറിവ് വെച്ചിട്ടും എൻ്റെ അറിവ് വെച്ചിട്ടും നമ്മളെല്ലാവരും കൂടെ എന്തൊക്കെയൊക്കെ ചെയ്തു. ബട്ട് the point is that we lost her. Now dealing with death is exceptionally difficult. അതൊരു ഡെഫിനറ്റ് ആണ്, പെർമനൻറ്റ് ഡിസ്കണക്ഷൻ ആണ്. ഈ ഡിസ്കംഫർട്ട് നമ്മൾ അക്നോളജ് ചെയ്യുക, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. എന്താ റിഫ്ലക്റ്റ് ചെയ്യണത്? ബ്ലെയിം ആൻഡ് ഷെയിം വരുന്നുണ്ടോ? നമ്മുടെ സെൽഫ് വർത്തിനെ നമ്മളൊരു ചീത്തയാണെന്ന് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ടോ? അതോ വേറെ ആൾക്കാർ ചീത്തയാണ്, അവർ കാരണമാണ്, ദീസ് ആർ ഹൊറിബിൾ പീപ്പിൾ എന്നുള്ള കൺക്ലൂഷനിലാണോ നമ്മൾ എത്തുന്നത്? Both of these are not necessarily true. The other person, they can be wonderful doctors, which I know they are, and I can be a wonderful mother, and still we have lost our pet cat. So this both is true. So how do we ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള, ഈ ഡിസ്കണക്ഷനിൽ നിൽക്കാതെ, യെസ് ഇത് രണ്ടും നമുക്ക് അക്സെപ്റ്റൻസിലേക്ക് എത്തി, ഈ റിഫ്ലക്ഷനിലേക്ക് എത്തിയിട്ട് we need to come back to we are good, they are good, but bad things happen. Horrible things can happen in our life. Life can be unpredictable. നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞ് കണ്ട് എത്രയൊക്കെ ചെയ്താലും things can go wrong, like it went horribly wrong with her. And yeah,
ആൻഡ് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും പൂച്ചക്കുട്ടി ആയതുകൊണ്ടാണ്, മരണം ആയതുകൊണ്ടാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ദ സെയിം തിങ് ക്യാൻ ബി വിത്ത് ദ ഡയഗ്നോസിസ്. ദ സെയിം തിങ് ക്യാൻ ബി വിത്ത് എ ലിറ്റിൽ ചൈൽഡ് ലൂസിങ് എ ഫേവറേറ്റ് പെൻസിൽ. നഷ്ടമാണ്, ഇറ്റ്സ് എ ലോസ്. ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ ഇപ്പം നമ്മൾ ഒരു അമ്മയുടെ അടുത്ത്, കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഇന്നൊരു ലേബൽ, ഇത് ഓട്ടിസം, ADHD, whatever ഡയഗ്നോസിസ് കൊടുക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് വി വിൽ ഡൂ ഇസ് ഹൗ കുഡ് വി ഹാവ് പ്രിവെൻറ്റഡ് ഇറ്റ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു, അങ്ങനെ ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ കൂടുതൽ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ബ്ലെയിം ആൻഡ് ഷെയിമിങ് ദംസെൽവ്സ്, തിങ്കിങ് ദാറ്റ് ഓ മൈ ഗോഡ് ഐ കോസ് ദിസ് ഫോർ മൈ ചൈൽഡ്, ഓർ ഞാനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ബ്ലെയിമും ഷെയിമും എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു ടു എനിബഡി. And out of death, the worst kind of grief to process is also death by suicide of your loved one. So all that we need to remember as a conclusion is, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് വരുമ്പം വിത്ത് സംതിങ് വിച്ച് ഇസ് ഡെഫിനിറ്റ്, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ എടുക്കാം, നമ്മൾ അക്കൗണ്ടബിൾ ആവാം. പക്ഷേ ഈ ഉത്തരവാദിത്തത്തിനെ ബ്ലെയിം ആയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ദെൻ ഇറ്റ് ബിക്കംസ് ട്രോമ. ബ്ലെയിമിങ് വൺ സെൽഫ് ഓർ ദി അതർ പേഴ്സൺ നോട്ട് നെസസറി. തിങ്സ് ക്യാൻ ഹാപ്പൻ, വി ലേൺ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല. പക്ഷെ പഠിക്കുന്നത് എന്താ, ഓ ഞാനൊരു പൊട്ടയമ്മയാണെന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്, എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, എനിക്ക് പേടിയാവും. യെസ്, തൽക്കാലം ഞാൻ ഏകദേശം അവിടെ തന്നെയാണ് ഇപ്പോഴും, ബട്ട് ഐ എം സ്റ്റിൽ trying to process it, where I started feeling very guilty for my other cat Cashew, because I felt I killed his mama alla mamme pole aayirunnu, rendum rescue cats aanu. So I can go through all this, but I need to address this. എനിക്കിത് എൻ്റെ പുറത്തേക്ക് വന്ന് I need to connect with my authentic thoughts-ഉം എൻ്റെ ശരിയായ ചിന്തകളും എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഫീലിങ്സിനെ ഞാൻ സത്യസന്ധമായിട്ട് ഒത്തൻറ്റിക്കായിട്ട് അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ ആ എനർജി മുഴുവൻ ഞാൻ എങ്ങോട്ട് വയ്ക്കും, എൻ്റെ ബോഡിയിലേക്ക് വയ്ക്കും. ഞാൻ അവിടെ ഇരുന്ന് ട്രിഗർ ചെയ്ത് ഇറ്റ് വിൽ 100% lead to trauma where I will blame shame myself or somebody else. So this was just to go through my experience of death and grief. I'm still going through it, and also to thank all the clients. And the rendu ദിവസത്തെ sessions, my office said that I was not in a frame of mind. I would have taken the sessions, of course, but അവർ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം I think the office said, and they volunteered to cancel all their sessions, and 2 days I was taking a break, though I'm feeling guilty that ഇതെനിക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നു, then I could have saved her എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. Nevertheless, thank you so much for all of them who voluntarily cancelled and gave me the time to process this grief. So thank you, and let's normalize. It's okay to cry. It's okay to go through the grieving process. It is okay to talk about people who are dead. മരിച്ച ആൾക്കാരെ കുറിച്ച് സംസാരിക്കാം. അത് നമ്മൾ അടക്കി പിടിച്ച് വയ്ക്കരുത്. വയ്ക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് പോകുന്നത്. And we all need help, and I need help now, and I will seek it. Okay? Thank you so much.